നമസ്കാരം. ജാതക കഥകളിലെ 35-ാമത്തെ കഥ ആനയും ഞണ്ടും. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഒരു വലിയ തടാകമുണ്ട്. തടാകത്തിൽ വളരെ വലിയ ഒരു ഞണ്ട് പാർത്തിരുന്നു. അവിടെ വെള്ളം കുടിക്കാനെത്തുന്ന ആനകളെ പിടിച്ച് തിന്നാണ് ഞണ്ട് കഴിഞ്ഞിരുന്നത്. ഞണ്ടിനെ പേടിച്ച ആനകളൊന്നും ആ തടാകത്തിലേക്ക് പോകാതെയായി. അക്കാലത്താണ് അവിടെയുള്ള ഒരു ആനത്തലവൻ്റെ മകനായി ബോധിസത്വൻ ജനിച്ചത്. ഞണ്ടിനെ പേടിച്ച് കുറച്ചകലെയുള്ള കാട്ടിലാണ് പിടിയാന അവനെ പ്രസവിച്ചത്. ചെറുപ്പം മുതലേ ഞണ്ടിൻ്റെ ദ്രോഹങ്ങളെക്കുറിച്ച് അമ്മയും മറ്റാനകളും പറഞ്ഞ് അവൻ മനസ്സിലാക്കിയിരുന്നു. കുറേ കാലം കഴിഞ്ഞു. അവൻ വളർന്ന് ഒത്ത ഒരു കൊമ്പനായി തീർന്നു. സുന്ദരിയായ ഒരു പിടിയാനയെ ഇണയാക്കി. അങ്ങനെയിരിക്കെ അവന് തോന്നി, നമ്മുടെ വർഗത്തിൻ്റെ ശത്രുവാണല്ലോ ഈ ഞണ്ട്, അവനെ ഒന്ന് നേരിട്ടാലെന്താ? അവൻ അമ്മയോടും ഭാര്യയോടും ഒപ്പം അച്ഛൻ്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, അച്ഛാ, ഞാൻ ആ ഞണ്ടിനെ ഒന്ന് നേരിടട്ടെ? മോനെ, അത് അപകടമാണ്. ഇപ്പോൾ നീ വിചാരിച്ചാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല, അവൻ്റെ അച്ഛൻ പറഞ്ഞു. പക്ഷേ ബോധിസത്വൻ പിന്മാറിയില്ല. അവൻ വീണ്ടും വീണ്ടും അച്ഛനോട് അനുമതി ആവശ്യപ്പെട്ടു. അവസാനം അച്ഛൻ സമ്മതിച്ചു. ശരി, നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അവൻ ആനക്കൂട്ടത്തിലെ ചെറുപ്പക്കാരായ ആനകളെ എല്ലാം കൂട്ടിക്കൊണ്ട് തടാകത്തിനരികിലെത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, ആനകൾ തടാകത്തിലിറങ്ങുമ്പോഴാണോ തിരിച്ചു കയറുമ്പോഴാണോ ഞണ്ട് ആക്രമിക്കുന്നത്? തടാകത്തിൽ നിന്ന് തിരിച്ചു കയറുമ്പോൾ കാലിൽ പിടിച്ച് താഴ്ത്തുകയാണ് പതിവ്, അവർ പറഞ്ഞു. അപ്പോൾ ബോധിസത്വൻ പറഞ്ഞു, നിങ്ങൾ തടാകത്തിലിറങ്ങി താമരകളൊക്കെ ഇഷ്ടം പോലെ പറിച്ചു തിന്നോളൂ. ഏറ്റവും പുറകിലായി ഞാൻ തിരിച്ചു കയറിക്കൊള്ളാം. ആനകളെല്ലാം കൂട്ടമായി തടാകത്തിലിറങ്ങി. താമരവള്ളികൾ പറിച്ചു തിന്നു, വെള്ളം കുടിച്ചു, ബഹളം കൂട്ടി നീന്തി തുടിച്ചു. പിന്നെ തിരിച്ചു കയറി. ഏറ്റവും പിന്നിൽ ബോധിസത്വനാണ്. അപ്പോഴേക്കും ഞണ്ട് വന്ന് അവൻ്റെ കാലിൽ പിടിമുറുക്കി. വലിയ കൊടിലുകൊണ്ട് ഞെരുക്കുന്നത് പോലെ കാല് ഞെരുങ്ങി. അവൻ കാല് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. നടന്നില്ല. മരണവേദനയോടെ ചിഹ്നം വിളിച്ചു. അത് കേട്ട് മറ്റാനകൾ പേടിച്ച് കരയ്ക്ക് കയറി. ബോധിസത്വൻ്റെ ഇണയും പേടിച്ച് കരയ്ക്ക് കയറി മാറി നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, പ്രിയേ, ഞണ്ട് വല്ലാതെ വേദനിപ്പിക്കുന്നു. നീയെങ്കിലും എന്നെ ഉപേക്ഷിക്കരുതേ. ഞാൻ അങ്ങയെ ഉപേക്ഷിക്കുകയോ? ഒരിക്കലുമില്ല. അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് ചേർന്ന് നിന്നു. ബോധിസത്വൻ വേദന സഹിക്കാതെ നിലവിളിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പിടിയാൻ അവനോട് പറഞ്ഞു, നാഥ, നിങ്ങളെ വിടാൻ ഞാൻ ഈ ഞണ്ടിനോട് ഒന്ന് അപേക്ഷിച്ചു നോക്കട്ടെ. എന്നിട്ട് അവൾ ഞണ്ടിനെ സ്തുതിക്കാൻ തുടങ്ങി. കടലിലും നദിയിലുമുള്ള എല്ലാ ഞണ്ടുകളുടെയും രാജാവേ, നിനക്ക് ദയയുണ്ടായി എൻ്റെ നാഥനെ വിട്ടയക്കണേ. ആനയുടെ അടുത്ത് നിന്ന് ഒരു പിടിയാനയുടെ ശബ്ദം കേട്ട് ഞണ്ട് അത്ഭുതപ്പെട്ടു. തന്നെ സ്തുതിക്കുന്നതിൻ്റെ ആകർഷണത്തിൽപ്പെട്ട് ഒരു നിമിഷത്തേക്ക് അവൻ ആനയുടെ കാലിലെ പിടിവിട്ടു. ഉടൻ തന്നെ ആന കാല് വലിച്ചെടുത്ത് ശക്തമായി ഒന്ന് ചവിട്ടി. ഞണ്ടിൻ്റെ നേരെ പുറത്തു തന്നെ ചവിട്ടേറ്റു. ആ ചവിട്ടിൻ്റെ ആയത്തിൽ ഞണ്ട് പപ്പടം പോലെ പൊടിഞ്ഞു. സന്തോഷത്തോടെ ആന ഒന്ന് ചിഹ്നം വിളിച്ചു. അത് കേട്ട് മറ്റാനകളും ഒത്തുകൂടി. എല്ലാവരും കൂടി ആഹ്ലാദിച്ച് തിമിർത്തു. നന്ദി.